സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ കുറച്ച് റീൽസോളി ഗെയിമേഴ്സിനും കാര്യമൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും കുറച്ച് കുണച്ച കണ്ടൻറ്റ് കാര്യമൊക്കെ ചെയ്യുന്ന കുറച്ച് ക്രിയേറ്റേഴ്സിനെയും കാര്യമൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ വീഡിയോ അതിനടിയിൽ ചെന്ന് ഒലിപ്പിക്കുന്ന കുറച്ച് കോഴികളുടെ കമൻറ്റുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഗെയ്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ ആ ഒരു ഫീമെയിൽ പ്ലെയറും കാര്യമൊക്കെ ആരാന്ന് നമുക്ക് നോക്കാം. ഗെയ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. അനാമികയെന്ന് കാര്യമൊക്കെയാണ് പേര് വരുന്നത്. അക്കൗണ്ടിൻ്റെ പേരും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ നെസൂക്കോ എന്ന് പറഞ്ഞാണ് പേര് കാര്യമൊക്കെ വരുന്നത്. അപ്പം ബയോ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഗേൾ ഗെയിമർ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കുറേ. ഗെയ്സ്, അപ്പോൾ ഇനി നമുക്ക് ഇവളുടെ ഒരു വീഡിയോ കാര്യമൊക്കെ കാണാം. ഗെയ്സ്, വീഡിയോ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് പെർമനൻ്റ് ആയിട്ട് അല്ലാത്ത ടെമ്പററി ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു ഗൺ സ്കിന്ന് കാര്യമൊക്കെ വീണ്ടും സ്കിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇട്ടേക്കുവാണ്. ഇല്ല, ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സാണ് ഗൈസ് നിങ്ങൾ മെയിനായിട്ട് നോക്കണ്ടേ. ഗൈസ്, അപ്പോൾ അവൾക്ക് ഈ ഒരു വീഡിയോ ഇട്ട് ആദ്യത്തെ കമൻറ്റ് കാണിക്കാൻ നമുക്ക് നോക്കാം. എടോ, തനിക്കൊരു 1000 റെഡി കോഡ് തരാനാ ഞാൻ മെസ്സേജ് ഇട്ടേ, അല്ലാതെ വേറൊന്നിനുമല്ല. ഗൈസ്, അപ്പോൾ അവൻ്റെ കയ്യിൽ കുറേ പൈസ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു 1000 രൂപയെല്ലാം വെറുതെ കണ്ടവർക്കെല്ലാം എടുത്തങ്ങ് കൊടുക്കുന്നു. ഗൈസ്, സംഭവം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജിന് റിപ്ലൈ പോലും കൊടുത്ത് കാണത്തില്ല. അതുകൊണ്ടാണ് അവൻ കമൻറ്റിൽ പോയി റിപ്ലൈ അതിനാണ് മെസ്സേജ് അയച്ചതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് അടിക്കുന്നത്. പാവം ചേർക്കാൻ റിപ്ലൈ കിട്ടിയില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും. ഗെയ്സ്, അപ്പം നമുക്ക് അടുത്ത കമന്റ് കാര്യമൊക്കെ കാണാം. നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ? റെഡിയും കോഡ് വേണോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. ഗെയ്സ്, അപ്പോൾ ഇവളുടെ ഏത് വീഡിയോ എടുത്താലും ഇതുപോലെ കുറേ കമന്റ് കാര്യമൊക്കെ കാണും. റെഡിയും കോഡ് വേണോ, പൈസ വേണോ എന്ന് ചോദിച്ചു കുറേ എണ്ണം. അവിടെ ഇവന്മാർക്കൊക്കെ ഇത്രമാത്രം പൈസ കൊടുക്കാൻ ഇങ്ങനെ വിങ്ങി നിൽക്കുവാണ്. എനിക്കിതാ കുഴപ്പമില്ല, ഈ റിപ്ലൈ ഒന്നും തരാത്തവൾക്കൊക്കെ എന്തിനാണ് കൊടുക്കാൻ പോകുന്നത്? ഗെയ്സ്, അപ്പം നമുക്കിനി അടുത്ത കമന്റിലോട്ട് പോവാം. ഒരു പെണ്ണ് കുറെ റീൽ ഇട്ടാൽ ഫോളോവേഴ്സ് എല്ലാം ഉണ്ട്, ബട്ട് അതൊരു ബോയ് ഇട്ടാൽ ഒരു ലൈക്ക് ഒന്നും കിട്ടില്ല. അപ്പം ഈ ഒരു ബ്രോയിങ് കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 100% ശരിയാണ്. ബട്ട് ആ ഒരു എഴുതിയതും കാര്യമൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഫോളോവേഴ്സിന് ഒരു ഫോയിലോസ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, പക്ഷേ പുള്ളി പറഞ്ഞാൽ സത്യമാണ്. ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല നല്ല കണ്ടൻറ്റ് കാര്യമൊക്കെ ചെയ്യുന്നവർക്ക് പോലും ഇല്ലാത്ത സപ്പോർട്ടാണ് ഇതുപോലെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയോ വരുന്നവന്മാർക്ക് കാര്യമൊക്കെ കൊടുക്കുന്നത്. അതും പെണ്ണാന്ന് പറഞ്ഞ് കുറേ വാണങ്ങൾ തന്നെ അങ്ങോട്ട് സപ്പോർട്ടെല്ലാം കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് വാണങ്ങളെയാണ് നമ്മുടെ വീഡിയോയിൽ തുടക്കത്തിൽ കുറച്ച് അക്കൗണ്ട് കാര്യമൊക്കെ കാണിച്ചു തന്നത്. പിന്നെ അവർ അക്കൗണ്ടിൻ്റെ പേരും കാണിച്ച് തരായിരുന്നതെന്ന് വെച്ചാൽ മോശമായതുകൊണ്ടാണ് പിന്നെ അക്കൗണ്ടിൻ്റെ പേരും കാര്യമൊക്കെ ഞാൻ കാണിക്കാതിരുന്നിട്ടുള്ളത്. ഇതുപോലെ കുറേയധികം കമൻറ്റ് കാര്യമൊക്കെ അവളുമാരുടെ വീഡിയോയ്ക്കകത്ത് കാണാവുന്നതാണ്. ഗെയ്സ്, അപ്പോൾ അടുത്തായിട്ട് ഒരു ബ്രോയും കാര്യമൊക്കെ പറയുന്നത്, ഒരു പെണ്ണ് റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ വീഡിയോ ഇത്രയും റീച്ച് ഇല്ലായിരുന്നെങ്കിൽ ഒരു പട്ടി പോലും നോക്കൂലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് റിയാലിറ്റി എന്ന് പറഞ്ഞ് തമ്പം പുള്ളി പറഞ്ഞ സത്യമാണ്. ഒരു ഫീമെയിൽ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണെന്ന് പറഞ്ഞാണ് ഇവന്മാർ എല്ലാം കൂടെ ഫോളോ എല്ലാം അടിച്ച് കമൻ്റ് എല്ലാം ഇടുന്നത്. ഇതുപോലെ തന്നെ കുറേയധികം യൂട്യൂബേഴ്സും കാര്യമൊക്കെ എന്നെ പോലെ കൊച്ചു യൂട്യൂബേഴ്സ് ഹാർഡ് വർക്കും കാര്യമൊക്കെ ചെയ്ത് കണ്ടൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവർക്കില്ലാത്തവരുടെ ഇരട്ടി സപ്പോർട്ടും കാര്യമൊക്കെയാണ് മറ്റുള്ള ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പം ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോയും കാര്യമൊക്കെ എനിക്കിതിൽ നിന്ന് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഈ വീഡിയോ പറയുന്നത്. ഗെയ്സ്, എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പാർട്ട് 2 കാര്യമൊക്കെ വരും. കാരണം ഞാൻ കുറച്ചുകൂടെ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമും കാര്യമൊക്കെ ഇങ്ങനത്തെ കോണച്ച റീൽസ് ഇട്ടുന്ന കുറച്ച് പേരുടെ ഡീറ്റെയിൽസും കാര്യമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവരുടെ കൂടെ കുറച്ച് വീഡിയോ കാര്യമൊക്കെ ഇട്ട് നമ്മൾ ഈ ഒരു സീരീസും കാര്യമൊക്കെ നടത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.